മുൻപൊന്നും ഒരു സമരത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും എതിരെ നടന്നിട്ടുള്ള സമരങ്ങൾക്ക് ഒന്നും കിട്ടാത്ത രീതിയിലുള്ള പിന്തുണ അത് സെലിബ്രിറ്റികളുടെ ഭാഗത്ത് നിന്ന് പോലും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഈ സമരത്തിന്. അതുകൊണ്ട് കൂടിയാണല്ലോ ഇന്നലെ അർദ്ധരാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെട്ടെന്നൊരു വീഡിയോ സന്ദേശം നൽകുന്നത്. അതൊരു ജെൻസി രീതിയിൽ തന്നെയായിരുന്നു. വിദ്യാർത്ഥികളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത്തരമൊരു വീഡിയോ സന്ദേശം നൽകിയതും. അത് ശരിക്കും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഒരു അനന്തരഫലം കൂടിയാണല്ലോ അത് വിജയിക്കുന്നതിൻ്റെ. അങ്ങനെ വിജയിക്കുന്നതിൻ്റെ അല്ല, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഭാവി തലമുറയായി വരുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ ഭാവിയെപ്പറ്റി വലിയ ആശങ്കയുണ്ട്, അവരുടെ ഭാവിയെപ്പറ്റി വലിയ പ്രതീക്ഷയും ഈ സർക്കാരിനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലുള്ള സമരങ്ങൾ ഈ രാജ്യത്തുണ്ടാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഉണ്ടായ സമരങ്ങളിലെ മുദ്രാവാക്യങ്ങളിലൊന്നും സർക്കാർ ഒരു ചോദ്യവും ഉയർത്തിയിട്ടില്ല. പക്ഷേ ആ സമരം നടത്തിയതും ആ സമരത്തിന് നേതൃത്വം നൽകിയതും ആ സമരത്തെ പിന്തുണച്ച് മുമ്പിൽ നിന്നും ബാക്കിൽ നിന്നും അതിൻ്റെ അകത്തു നിന്നും ആ സമരത്തെ നയിക്കുകയും ചെയ്ത ചില വ്യക്തികളുടെ താല്പര്യങ്ങളെ മാത്രമാണ് എല്ലാ കാലത്തും സർക്കാർ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഈ സമരത്തിലും ഞങ്ങൾ ആദ്യഘട്ടം മുതൽ BJP ആയാലും സർക്കാരായാലും ആദ്യഘട്ടം മുതൽ വിദ്യാർത്ഥികളുടെ ആശങ്കയ്ക്കൊപ്പം നിന്ന സർക്കാരാണ്, വിദ്യാർത്ഥികളുടെ ആശങ്കയ്ക്കൊപ്പം നിന്ന പാർട്ടിയാണ് BJP. കാരണം ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിൽ ഒരു പരീക്ഷാ ക്രമക്കേടുണ്ടായി, ആദ്യമായ സംഭവമല്ല കേരളത്തിലോ അല്ലെങ്കിൽ രാജ്യത്തോ പരീക്ഷാ ക്രമക്കേടുണ്ടാകുന്നത്. ഈ നീറ്റ് പരീക്ഷ ഉണ്ടാകുന്ന 2013 മുതൽ തന്നെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ, 2015 ആദ്യത്തെ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ കർമ്മവുമാണ്, അതിൻ്റെ പ്രവർത്തനവുമാണ്. അതാണ് ഇന്നലെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്തത്. വിദ്യാർത്ഥി സമരത്തിന് ശേഷമാണത്. വിദ്യാർത്ഥി സമരം വിജയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്ന ഈ സമയത്താണ് പ്രധാനമന്ത്രി ഇടപെടാൻ തയ്യാറായത്. അദ്ദേഹം എത്രയോ നാളുകൾ മൗനമായിരുന്നു വിഷയത്തിൽ. വിജയിക്കാൻ പോകുന്നു എന്ന് മഞ്ജുഷു ഉറപ്പിച്ചു പറയുന്നത് അല്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് ബോധ്യമാകുന്നു പറയുന്നു. ഞങ്ങൾ ആ സമരത്തെ, വിദ്യാർത്ഥികളുടെ സമരത്തെ പൂർണ്ണമായും ചേർത്തുപിടിച്ച സർക്കാരാണെന്ന് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയാൻ കാരണം വിദ്യാർത്ഥികൾ ആദ്യഘട്ടത്തിൽ ഉയർത്തിയ ആശങ്ക, 25 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷയിൽ ഇത്തരത്തിലൊരു ക്രമക്കേട് ഉണ്ടാകുമ്പോൾ ആ ക്രമക്കേട് പൂർണ്ണമായും തള്ളിക്കൊണ്ട് ആ ടെസ്റ്റിംഗ് അതോറിറ്റിയെ മാറ്റി നിർത്തി ആ വിദ്യാർത്ഥികൾക്ക് ആവശ്യപ്പെട്ട അവർ മുന്നോട്ട് വെച്ച രീതിയിൽ തന്നെ ആ പരീക്ഷ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയ സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിന്ന് പറയുന്നത്. മെയ് 3-നാണ് ഈ പരീക്ഷ നടക്കുന്നത്. മെയ് 7-നാണ് 4-ാം തീയതിയാണ് ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉയർന്നു വരുന്നത്. മെയ് 8-ാം തീയതി തന്നെ NDA കേസ് അന്വേഷണം സംസ്ഥാനത്തെ പോലീസിനെയും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയെയും വച്ച് അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. മെയ് 12-ാം തീയതി 9-ാമത്തെ ദിവസം പരീക്ഷ ഔദ്യോഗികമായി റദ്ദ് ചെയ്ത് കേസ് CBIക്ക് കൈമാറുന്നുണ്ട്. മെയ് 15-ന്, അതായത് 12 ദിവസം പിന്നിടുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തി സംഭവത്തിലുണ്ടായ ആ ഗുരുതരമായ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി തെറ്റുകാർക്കെതിരെ നടപടിയെടുത്ത് പുതിയ തരത്തിലുള്ള പരീക്ഷ നടത്താനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ജൂൺ 21-ന് വീണ്ടും നീറ്റ് പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നുണ്ട്. ജൂലൈ 16-ന് നീറ്റ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ച് വിദ്യാർത്ഥികൾ മുഴുവൻ കൗൺസിലിംഗ് നടപടിയിലേക്ക് കടന്നു പോകുന്നുണ്ട്. CBIയുടെ നടപടിയിൽ ചോദ്യപേപ്പർ അതിന് പിന്നിലുള്ള 13 പ്രതികളെ കണ്ടെത്തി അത് അറസ്റ്റ് ചെയ്ത് അറസ്റ്റുമായി മുന്നോട്ട് പോയി സർക്കാർ കൃത്യമായ അതിൻ്റെ രേഖാമൂലം, അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി അല്ലെങ്കിൽ പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്ന് പറയുന്ന മെയ് 7-ന് പരീക്ഷ നടന്ന മെയ് 3 മുതൽ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കി വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച സർക്കാരാണ്. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഊര് തണ്ടാൻ പോയി കറങ്ങി നടന്ന് എല്ലാ സ്ഥലത്തും പോയി കറങ്ങി നടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വന്ന ദേ സരസു നിന്റെ മോൻ തോറ്റു തുന്നമ്പാടി വരുന്നു എന്ന് സിനിമയിൽ പറയുന്ന പോലെ കയറി വന്നിട്ട് അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിൽ നാടകീയമായി നാടകം കളിച്ച് അതിൽ കയറിപ്പറ്റുകയാണ് ഈ രാജ്യത്തിന്റെ. പിന്തുണയെ പറ്റിയാണ് ഇവിടെ സിബി വാചാലനായത്. അതിന് കിട്ടുന്ന പിന്തുണ ആ സമരത്തിന് എന്തു പിന്തുണയാണ്? കോൺഗ്രസിന്റെ സമരത്തിന് എന്തു പിന്തുണയായത്? ഈ സമരത്തിന് നേതൃത്വം നൽകിയ സോനം വാഗ്ചു ആ കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത്. എന്റെ കോൺഗ്രസ്സുകാരെ വിളിച്ച് ഞാൻ നിരാഹാര സമരം നടത്തുമ്പോൾ എന്നെ പിന്തുണച്ച ഈ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ വന്ന് എന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതല്ലേ, അവർ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തന്ന് ഈ സമരം അവസാനിപ്പിക്കാത്തത് എന്ത് എന്ന് അദ്ദേഹം പോലും പറയാത്തത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ രാജ്യത്തെ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. സമരം നിരാഹാരം അവസാനിച്ച് മടങ്ങി കേട്ടോ, അത് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപത്തിന് കാരണമായിട്ടുണ്ട്. അല്ല ഞാനൊരു കാര്യം പറയട്ടെ മഞ്ജുഷ, അതായത് അദ്ദേഹം കഴിഞ്ഞ 25 ദിവസമായിട്ട് നിരാഹാരം കിടക്കുകയാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.